വേദന ഉള്ളത് നല്ല ലക്ഷണമാണ്. പ്രസവവേദന ഉണ്ടെങ്കിൽ 10ാം മാസം നല്ലതല്ലേ? അതേപോലെ തന്നെയാണത്. കല്ലുരോഗം വരുമ്പോൾ വേദന വരുന്ന കിഡ്നിയുടെ പ്രവർത്തനത്തെയാണ് കാണിക്കുന്നത്. ഞാൻ പറയുന്ന ഒരു പേഷ്യൻസ് അഡ്വൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടോയ്ലറ്റിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ക്ലോസറ്റിൻ്റെ വെള്ളത്തിൻ്റെ നിറം മാറാൻ പാടില്ല, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അപ്പോൾ രോഗിക്ക് സംശയമായി, എന്തിനാണ് CT എടുക്കുന്നത്? ഓൾറെഡി ഒരു സ്കാൻ ഉണ്ടല്ലോ, ഡോക്ടർക്ക് ഇനി വല്ല വേറെന്ത് കമ്മീഷൻ കിട്ടാനാണോ എന്താണ്? അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സാധാരണ രോഗി. മൂത്രസഞ്ചിയിൽ ഒരുപാട് കാലം കല്ല് കിടന്നാൽ എന്താ പ്രോബ്ലം ഉണ്ടാവുക? ഇറ്റ് ക്യാൻ കോസ് ബ്ലാഡർ ക്യാൻസർ. കിഡ്നീൻ്റെ ഉള്ളിൽ ഒരുപാട് കാലം കല്ല് കെട്ടിക്കിടന്നാലും ഇറ്റ് ക്യാൻ ഡെവലപ്പ് ക്യാൻസർ. ട്യൂബിലുള്ള ചികിത്സ വളരെ ഭയങ്കര കൺഫ്യൂഷനാണ് രോഗിക്ക്. കാരണം ഒരു ഡോക്ടറെ കാണുമ്പോൾ അയാൾ പറയും അത് നീക്കം ചെയ്യണമെന്ന് പറയും, മറ്റുള്ള ഡോക്ടർ വരുമ്പോൾ മരുന്ന് മതി എന്ന് പറയും. ഡോക്ടർക്കൊരു കല്ല് രോഗമുണ്ട്, എനിക്കൊരു കല്ല് രോഗമുണ്ട്, പക്ഷേ രണ്ടുപേരുടെയും ചികിത്സ ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. ഇത് രോഗി അറിഞ്ഞിരിക്കണം. ഹായ് ഡോക്ടർ. ഈ സാധാരണക്കാർക്കുള്ള ഒരു സംശയമാണ്, ഇപ്പോൾ ഭയങ്കര കോമൺ ആണ് ഈ സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്. എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉള്ളത്? ചിലതിന് ചിലപ്പോൾ മെഡിസിൻ അടിയന്തരമായിട്ട് എടുക്കേണ്ടി വരും, ചിലത് മെഡിസിൻസ് കൊണ്ട് മാത്രം തീരാവുന്ന പ്രശ്നങ്ങൾ ആവില്ല. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ, കല്ലുരോഗം എന്നൊരു ചികിത്സ അതിന് കാരണത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് കല്ല് രോഗം എവിടെ ഉണ്ടാവാം? വൃക്കയിലുണ്ടാവാം, യൂറിറ്ററിലുണ്ടാവാം, മൂത്രസഞ്ചിയിലുണ്ടാവാം. ഇതിനൊക്കെ ഓരോ വിധത്തിലാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വൃക്കയിലുള്ള കല്ല്, ചെറിയ കല്ലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്ന് കൊണ്ട് ചികിത്സിക്കാം. അത് വലുപ്പം ചെറുതായതുകൊണ്ട് മാത്രം പോരാ, അതിന് കട്ടി കുറയണം. അവിടെയാണ് നമ്മൾ CT സ്കാൻ എടുക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഒരു രോഗി വരുന്നു, അൾട്രാസൗണ്ട് കാണുന്നു, അപ്പോൾ ഡോക്ടർ CT സ്കാൻ പറയുന്നു. അപ്പോൾ രോഗിക്ക് സംശയമായി, എന്തിനാണ് CT എടുക്കുന്നത്? ഓൾറെഡി ഒരു സ്കാൻ ഉണ്ടല്ലോ, ഡോക്ടർക്ക് ഇനി വല്ല വേറെന്ത് കമ്മീഷൻ കിട്ടാനാണോ എന്താണ്? അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സാധാരണ രോഗികൾ ചികിത്സ. അതിനല്ല, വൃക്കയിൽ നമ്മൾ 1000 HU ഡെൻസിറ്റിയിൽ കുറവാണെങ്കിൽ കല്ല് മരുന്ന് കൊണ്ട് അലിച്ച് കളയാം, പ്രൊവൈഡഡ് വൃക്കയ്ക്ക് തടസ്സമില്ലെങ്കിൽ. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് ട്യൂബിലാണോ? ട്യൂബിലുള്ള കല്ല് അൾട്രാസൗണ്ട് സ്കാനിൽ കാണില്ല. യൂറിറ്റർ എന്നുള്ള ട്യൂബിലുള്ള കല്ല് മിക്കവാറും കാണാൻ സാധ്യതയില്ല, പ്രത്യേകിച്ചും നല്ല ഗ്യാഷസ് ഡിസ്റ്റൻഷൻ ഒബീസ് പേഷ്യൻ്റ് തീരെ കാണത്തില്ല. പിന്നെ മൂന്നാമത്തത് ബ്ലാഡറിൻ്റെ ഉള്ളിലാണ്. ബ്ലാഡറിൽ 2 തരം സ്റ്റോൺസ് ഉണ്ട്. ഒന്ന് വൃക്കയിൽ നിന്ന് ട്യൂബിലൂടെ താഴോട്ട് ഇറങ്ങി വന്ന കല്ലാവാം, അല്ലെങ്കിൽ മൂത്രം ശരിക്കും പോകാണ്ട് പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖം കൊണ്ട് മൂത്രം കെട്ടിക്കിടന്നിട്ട് മൂത്രം ഊറിയിട്ട് കല്ലുണ്ടാവാം. അപ്പോൾ ഇതിനെല്ലാം ചികിത്സ വേറെ വേറെയാണ്. ഉദാഹരണത്തിന് വൃക്കയിലാണ് കല്ലുണ്ടെങ്കിൽ, പണ്ട് 1 സെൻറ്റിമീറ്റർ വരെ കല്ലൊക്കെ ESWയിൽ വെച്ചൊക്കെ പൊടിക്കാറുണ്ട്. പുറമേ ഉള്ള ഇത് കൊടുത്ത് നല്ല ചികിത്സയാണ്, വലിയ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റിൽ നടന്നോളുന്നില്ല. ഇപ്പോൾ വീണ്ടും സെക്കൻഡ് സിറ്റിംഗ് വരും. ESW നമ്മളിവിടെ ഒരു ബലൂൺ വെച്ചിട്ട് രശ്മി കടത്തിയിട്ട് പൊടിക്കുന്നതാണ്. ദോഷമില്ല, സേഫ്. ബട്ട് റീട്രീറ്റ്മെൻറ്റ് ഹൈ ആണ്. അതേപോലെ തന്നെ കിഡ്നിയിൽ 3 അറകളുണ്ട്, അപ്പർ, മിഡിൽ, ലോവർ. അപ്പോൾ ആ അറകളിൽ താഴത്തെ അറകളാണെങ്കിൽ കല്ല് പൊടിച്ചാലും പൊടിഞ്ഞ് അവിടെ തന്നെ കിടക്കുകയുള്ളൂ, പുറത്തേക്ക് വരില്ല. അപ്പം രോഗിക്ക് സംശയം, ESWയിൽ ചെയ്ത് ഡോക്ടറെ ഞാൻ ഇത്ര ചിലവാക്കി പൊടിച്ച് കല്ല് അവിടെ തന്നെ കിടക്കുന്നു. ബിക്കോസ് അങ്ങനെയുള്ള കല്ലുകൾ ഇറങ്ങി വരാൻ സാധ്യത കുറവാണ്. ജപ്പാനിൽ എന്താണെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ ഉള്ള രോഗിയെ കല്ല് പൊടിച്ചിട്ട് അവർ രോഗിയുടെ തലകീഴായിട്ട് നിന്നിട്ട് ടാപ്പ് ചെയ്യും ഡെയിലി. ഓക്കെ, ആ ചികിത്സയൊന്നും ഇവിടെ നമുക്ക് പ്രാക്ടിക്കലി പേഷ്യൻസ് ആക്സെപ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, രണ്ടാമത്തത്, ഇപ്പം വൃക്കയിൽ ഉള്ള കല്ല് വലുതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ചികിത്സയാണ് PCNL. അതായത് വൃക്കയിലൂടെ തുളച്ചിട്ട് നമ്മൾ കല്ല് ലേസർ കൊണ്ടോ അല്ലെങ്കിൽ ന്യൂമാറ്റിക് എയറിൻ്റെ ഉള്ള ഒരു ന്യൂമാറ്റിക് ലിത്തോട്രിപ്റ്റ് പൊടിക്കുകയും അത് പീസായിട്ട് എടുത്ത് കളയുന്നു. അത് നല്ല ചികിത്സയാണ്. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ PCNL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ക തുളച്ച് പോവുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ ബ്ലഡാണ് ഉള്ളത്. വൃക്കയിലെ ഔട്ട്പുട്ട് നമുക്ക് സർക്കുലേഷൻ ഓൾമോസ്റ്റ് 25% ഓഫ് ദ കാർഡിയക് ഔട്ട്പുട്ട് പെർ മിനിറ്റ് സർക്കുലേറ്റ് ചെയ്യുന്ന ഓർഗനാണ്. അപ്പം PCNL ആ വൃക്കയിൽ തുളച്ച് കയറി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷം ബ്ലീഡിങ്ങിന് സാധ്യതയുണ്ട്. ഓക്കെ, മാത്രമല്ല ഓപ്പറേഷനൊക്കെ സക്സസ്ഫുള്ളായി ICU റൂമിലേക്ക് മാറ്റി വീട്ടിൽ പോയാലും 2 or 3 weeks റെസ്റ്റ് മസ്റ്റാണ്. അത് എല്ലാവിധ ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കൽ കോളേജസിലും പല പ്രൈവറ്റ് ആശുപത്രിയിലും ഇന്നും PCNL വളരെയധികം ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല ചികിത്സയാണ്. പക്ഷേ
പേഷ്യൻസിന് റെസ്റ്റ് എടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രക്തസ്രാവം, ബ്ലീഡിങ് ഉണ്ടാവാൻ, ഇൻഫെക്ഷൻ ഉണ്ടാവാനൊക്കെ നല്ല സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ചും ഇന്ന് പല രോഗങ്ങളും ഉണ്ടാവും. കല്ലുരോഗം മാത്രമായിട്ടല്ലല്ലോ വരുന്നത്. അദ്ദേഹത്തിന് രക്തത്തിനുള്ള നേർമയാക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഹാർട്ടോ സ്ട്രോക്ക് ഡിസീസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പം ആ കാര്യങ്ങളിലൊക്കെ മറ്റുള്ള അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പോലും ഈ ഒരു PCNL എന്നുള്ളൊരു മുഖാന്തരം പോകുന്ന സമയത്ത് ആൾട്ടർ ചെയ്യേണ്ടി വരും. അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും വൃക്കയിലുള്ള കല്ലിനുള്ള ചികിത്സയ്ക്ക് ഏറ്റവും ബെസ്റ്റായി പറഞ്ഞ RIRS എന്ന് പറയും. എന്താ പറയുക? RIRS എൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മൂത്രക്കോളിലൂടെ കിഡ്നിയിലേക്ക് ലേസർ കടത്തി വിടുകയും അത് ഒന്നായിട്ട് ലേസർ കൊണ്ട് പൊടിച്ചിട്ട് നമുക്ക് സ്റ്റെൻഡ് ഇട്ട് വരാൻ പറ്റും. അപ്പോൾ അതിലും ഇതൊക്കെ വൃക്കയുടെ കല്ലിലെ ചികിത്സയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അതിലെന്താ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കിഡ്നിയുടെ ഉള്ളിലേക്ക് ഒരു ലേസർ എടുത്ത് അവിടെ ഉള്ളിൽ നോക്കുമ്പോൾ കിഡ്നിയിൽ പഴുപ്പാണ്, നമ്മൾ സ്റ്റെൻഡ് ഇട്ട് ഇറങ്ങണം, കല്ല് പൊടിക്കാൻ പാടില്ല. അത് ഒരുപാട് രോഗികൾ സംശയം, ഡോക്ടർ ആദ്യം തിയേറ്ററിൽ കയറ്റി ചെയ്തില്ല എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴുപ്പുണ്ടെങ്കിൽ നമ്മൾ കല്ല് പൊടിക്കരുത്, ബാക്ടീരിയം വേണ്ട, രോഗി സെപ്സിസിലേക്ക് പോകും. അപ്പം കൂടുതൽ കോംപ്ലിക്കേഷൻ, ഈവൻ നമ്മുടെ ലൈഫിന് വരെ ത്രെട്ടനിങ് ഡിസീസാണ് കിഡ്നിയിൽ പഴുപ്പുള്ളപ്പോൾ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ കിഡ്നീൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ആ എക്യുപ്മെൻറ്റിനുള്ള സ്പേസ് ഉണ്ടാവത്തില്ല. ആ സമയം നമ്മൾ കിഡ്നി സ്റ്റെൻഡ് ഇട്ടിട്ട് സേഫായിട്ട് ഇറങ്ങി വരും. അപ്പോൾ വൃക്കയുടെ തകരാറ് മാറിക്കിട്ടും, വർക്കിംഗ് റീസ്റ്റോർ ആവും. പക്ഷേ നമുക്ക് ലുക്ക്, അതായത് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് പോകണം. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സ്റ്റെൻഡ് ഉള്ളപ്പോൾ എന്താ വെച്ചാൽ കിഡ്നിയുടെ ട്യൂബ്സൊക്കെ നന്നായിട്ട് വികസിക്കും, അറകൾ വികസിക്കും. അപ്പം സെക്കൻഡ് സിറ്റിങ്ങിൽ നമ്മൾ സ്കോപ്പായിട്ട് പോകുമ്പോൾ വളരെ സുഗമമായിട്ട് നമുക്ക് കല്ല് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ നീക്കം ചെയ്തിട്ട് വരാവുന്നതാണ്. ഇതൊക്കെയാണ് RIRSൻ്റെ പ്രത്യേകതകൾ. അപ്പം നമ്മളിപ്പോൾ കണ്ടു, PCNL കണ്ടു, ESWL കണ്ടു, RIRS, ഇതെല്ലാം വൃക്കയിൽ ഉള്ള കല്ലുകളെ ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് മാത്രമല്ല, ചില വലിയ കല്ലുകളാണെങ്കിൽ വലിയ സ്റ്റാഗോൺ സ്റ്റോൺസ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഒന്നും പൊട്ടിക്കാണ്ട് എടുക്കാറ്. സ്പേസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ 3D ലാപ്രോസ്കോപ്പിക്കോ അല്ലെങ്കിൽ റോബോട്ടിക് സംവിധാനത്തിലോ പോയിട്ട് ഒന്നായിട്ട് കല്ല് നീക്കം ചെയ്യും. ആ വൃക്ക തൊടത്തില്ല. അത് വളരെ ചുരുക്കം സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്. അങ്ങനെയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വൃക്കയ്ക്ക് ഡാമേജ് ഇല്ലാണ്ട് വരാൻ പറ്റും. ഈ കല്ല് രോഗത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൃക്കയാണ് ചികിത്സിക്കുന്നത്, മനസ്സിലായി? ഇപ്പോൾ രോഗികൾ കല്ലുരോഗം എന്ന് പറയുമ്പോൾ വൃക്ക എന്നുള്ള എൻറ്റിറ്റി അവിടെ വെക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വൃക്ക മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് കല്ല് രോഗം കൊണ്ട് എത്തിപ്പെടുന്ന ഒത്തിരി രോഗികളുണ്ട്. അപ്പം കല്ല് രോഗം നിസാരമായിട്ട് കാണരുത്. ഇതാണ് ഞാൻ വൃക്കയെക്കുറിച്ചിട്ട് പറഞ്ഞ ഒരു അസുഖത്തിൻ്റെ കാര്യം. ഇതിൽ നമ്മൾ എവിടെ പ്രോബ്ലം പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗികൾ പ്രൊസീജിയർ കഴിഞ്ഞ് സ്റ്റെൻഡ് ഇട്ട് ഇതെല്ലാം പോകുന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് സ്റ്റെൻഡ് എടുത്തെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെ 3 മാസം കഴിഞ്ഞ് വീണ്ടും കല്ല് രോഗം വരാം. അതിന് വളരെ സിമ്പിളാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസിന് മനസ്സിലാക്കേണ്ട ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 മാസം കഴിഞ്ഞ് സ്റ്റെൻഡ് എടുക്കുന്ന സമയത്ത് 1 മില്ലിമീറ്റർ കല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് റേഡിയോളജിസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ കാണുകയും അത് പറയുകയും ചെയ്യും. അപ്പം ചിലപ്പോൾ അയാൾക്ക് 10 സെൻറ്റിമീറ്ററിലെ കല്ലായിരിക്കും, അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ കല്ല് നീക്കം ചെയ്ത് ഒരു തരി കാണുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് വെപ്രാളായി, ഡോക്ടർ മുഴുവൻ കല്ല് നീക്കം ചെയ്തിട്ടില്ല. അത് ഭയങ്കര കോൺട്രവേഴ്സിയാണ്. ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ CT എടുക്കുമ്പോൾ അത് കല്ലിനെ കാണത്തല്ല. ഇതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ കല്ല് റീഫോം ചെയ്യാൻ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ വേണ്ട. ഹാർഡ്ലി മിനിറ്റ്സ് ടു അവേഴ്സ്. ഒരു കല്ലുണ്ടാവാൻ മിനിറ്റുകളോ മണിക്കൂറുകളോ മതി ഒരു പുതിയ കല്ലുണ്ടാവാൻ. അപ്പം നമ്മളിപ്പം ഉദാഹരണത്തിന് ഞാൻ എബ്രോഡിൽ കാണുന്ന ഒരു വിശേഷമാണ് അറബ്സിന്. അവർ നോമ്പിന് മുമ്പ് എല്ലാം ചെയ്ത് എല്ലാ കല്ലൊന്നും ഇല്ലയെന്ന് എടുക്കും. 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് സ്കാനായിട്ട് വരുമ്പോൾ കല്ല് രോഗം വന്നു എന്ന് പറയും. ഡോക്ടർ അത് നോക്കിയില്ല എന്ന് പറയും. ദിസ് ഈസ് സോ ഫാസ്റ്റ് ഇറ്റ് ക്യാൻ ഫോം. ഒന്നാമത്തെ കാര്യം, സ്റ്റോൺ ഉണ്ടാകുന്ന കാരണത്തെ ചികിത്സിച്ചിട്ടില്ല, കല്ലിനെ ചികിത്സിച്ചിട്ടുള്ളൂ. അതിനൊന്ന് സമയം കിട്ടണം. അതൊരു വർഷം വരെ നീണ്ടുപോകുന്ന ചികിത്സയാണ് കല്ല് വരാതിരിക്കുക. രണ്ടാമത്തെ ഒരു കാരണം വെച്ചാൽ, കല്ലുരോഗം എപ്പോഴും ഭക്ഷണം കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് കോസ് ഇസ് ഇൻഫെക്ഷൻ സ്റ്റോൺ. അതാണ് സ്റ്റാഗോൺ സ്റ്റോൺ. കല്ലുകൾ മുഴുവൻ കിഡ്നിയിൽ അറകളായിട്ട് വലിയ കല്ലായിട്ട് വരും. അത് നമ്മൾ വീണ്ടും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോൺ ഫോം ചെയ്യും. അപ്പം അങ്ങനത്തെ രോഗികൾ ഭക്ഷണം നിയന്ത്രിച്ചിട്ടും കാര്യമില്ല. ഹി ഓർ ഷീ ഷുഡ് കൺട്രോൾ ദ യൂറിൻ ഇൻഫെക്ഷൻ. അപ്പം നിരന്തരമായിട്ട് ഡോക്ടറെ കാണുകയും ഇൻഫെക്ഷനിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ കല്ലിന് കാരണം ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ബോഡിയിലുള്ള പ്രോബ്ലമായ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആവാം, ഫുഡ് ഇൻഡ്യൂസ്ഡ് ആണ്, മൂന്നാമത്തേത് ഇൻഫെക്ഷൻ ഇൻഡ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇതെല്ലാം കാരണങ്ങൾ വേറെ വേറെയാണ് ഓരോരുത്തർക്കും. അപ്പം ഓരോരുത്തരും നോക്കേണ്ടത്, എനിക്ക് കല്ല് രോഗം, നിങ്ങളുടെ കല്ല് രോഗം, എൻ്റെ കല്ല് രോഗം എല്ലാം ഒന്നല്ല, ഒരേപോലെ ചികിത്സിക്കാനും പറ്റില്ല.
ഇതെല്ലാം വൃക്കയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കല്ല് രോഗമായിട്ട് വരുമ്പോൾ ആദ്യം കല്ലിന് ട്രീറ്റ് ചെയ്ത് അതിന് കൂടെ തന്നെ അത് പ്രിവെന്റ് ചെയ്യാനും കണ്ടിന്യൂസ്ലി ട്രീറ്റ് ചെയ്യണം. Definitely, the treatment never ends by removal of the stone. It needs follow-up. It needs proper understanding between the patient and the doctor. അപ്പോൾ ഡോക്ടർക്കും പേഷ്യൻറ്റിനും അണ്ടർസ്റ്റാൻഡിങ് വേണം. ഓക്കെ, ചില രോഗികൾ എന്നോട് പറയാറുണ്ട്, സ്റ്റെൻഡ് ഇടരുത് ഡോക്ടർ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. ബിക്കോസ് ദ തിങ് ഇസ് ദറ്റ് സയൻറ്റിഫിക്കലി ട്രീറ്റ് ചെയ്യണമെങ്കിൽ ചില പേഷ്യൻറ്റ് സ്റ്റെൻറ്റ് നിർബന്ധമാണ്, ചിലർക്ക് വേണ്ടി വരാറില്ല. അപ്പോൾ നമുക്കൊരു തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് സ്റ്റെൻറ്റ് വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ യൂസ് ടു സേ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചികിത്സ എടുത്തോളൂ. കാരണം നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. വി ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ കിഡ്നീസ്. ഓൺ ടേബിൾ ഡിസിഷൻസ് മാറാൻ സാധിക്കും. അനദർ ഇമ്പോർട്ടൻറ്റ്, കിഡ്നിയിൽ സ്റ്റോൺ ആകുമ്പോൾ വേറൊരു പ്രത്യേകത ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ രോഗിക്ക് ചിലപ്പോൾ ഒരു വേദനയോ പനിയോ വരാം. ചിലപ്പോൾ മിക്കവാറും ഇൻസിഡൻ്റൽ ഡിറ്റക്ഷൻ ആയിരിക്കും, ഒരു സ്കാൻ ചെയ്യുമ്പോൾ വല്ല കാണുന്നത്. അപ്പോൾ രോഗിക്ക് വേദന ഉണ്ടാവില്ല. എന്താ ഉണ്ടാവില്ല? വേദന. പക്ഷേ വൃക്കയിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു, അപ്പോൾ പെയിൻ ഉണ്ടാവും. പെയിൻ ഇല്ലാതെ വലിയ സ്റ്റോണുകൾ നടക്കും. അപ്പോൾ രോഗി ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല. ബിക്കോസ് എനിക്കൊരു ലക്ഷണമില്ല, മൂത്രം നന്നായി പോകുന്നു, ബ്ലഡ് നോക്കുമ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ക്രിയാറ്റിനും എല്ലാം നോർമലാണ്, പിന്നെ എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ സ്റ്റാഗോൺ സ്റ്റോൺസ് അങ്ങനെ വരാം. ഈ സ്റ്റോണാണ് മരണകാരണം. സിംറ്റംസ് സ്റ്റാഗോൺ സ്റ്റോണ് 30% പീപ്പിൾ ഡെവലപ്പ് റീനൽ ഫെയിലിയർ, അതായത് വൃക്ക തകരാറിൽ വരും. ഓക്കെ, 30% ആളുകൾ മരിക്കുന്ന ഈ കല്ലുരോഗം കാരണമാവാറുണ്ട്. ഓക്കെ, അപ്പം സ്റ്റാഗോൺ സ്റ്റോൺസിൽ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, ബട്ട് ഇറ്റ് ഇസ് മോർ ഡേഞ്ചറസ്. ഓക്കെ, അപ്പം നമ്മൾ രോഗിയോട് പറയുമ്പോൾ രോഗിക്ക് സംശയമാവും, എന്തിനാണ് നമ്മളെടുക്കുക. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ രോഗികളൊക്കെ 10 ഡോക്ടർമാരെ കണ്ടിട്ട് ഈ കടലാസായിട്ടാണ് വരിക. അതുപോലെ ഞാൻ കണ്ടുപിടിച്ച രോഗികളും ഉണ്ട്, അതുപോലെ മറ്റുള്ളവരോട് പോയി സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി പോവാറുമല്ലോ. അത് ക്വൈറ്റ് നാച്ചുറൽ. ഓക്കെ, പക്ഷേ ഇപ്പം നമുക്ക് ഒരുപാട് ചാറ്റ് GPT ഇതൊക്കെ വന്നുകൊണ്ട് പ്രോപ്പറായിട്ട് മെഡിക്കൽ അഡ്വൈസ് നമുക്ക് ഇൻ്റർനെറ്റ് പോയാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ കിട്ടും. അപ്പോൾ ഡോക്ടർ ഇത്രയും നേരം പറഞ്ഞ വൃക്കയിൽ കല്ല് വരുമ്പോഴാണ് ഇനിയും 2 പൊസിഷനിൽ ഇപ്പോൾ ട്യൂബിലുള്ള അതാണ് നമ്മൾ സാധാരണ നമുക്കിപ്പോൾ കാണാവുന്ന യൂറിട്രിക് കോളിക്. പെട്ടെന്ന് വേദനയായിട്ട് വരും. ഓക്കെ, വേദനയായിട്ട് വരും, ഛർദി വരും. അപ്പം അവർ വന്ന് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. അതിന് CT മസ്റ്റാണ്. അൾട്രാസൗണ്ട് അല്ല റോൾ. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് എടുക്കാറേ ഇല്ല അവർ. അക്യൂട്ട് കോളിക്കാണ് നേരെ CT എടുക്കും. കാരണം ഏത് സ്ഥലത്തും ട്യൂബിലാണെങ്കിൽ നമുക്ക് കല്ല് അപ്പം തന്നെ കണ്ടുപിടിക്കാം. അതിനൊരു പ്രത്യേകത ഉണ്ട്. ട്യൂബിൽ വന്ന് ബ്ലോക്കായി 2 വൃക്കയുണ്ട്. വൃക്കയുടെ ട്യൂബ് എന്ന് പറഞ്ഞാൽ 4 mm ആണ് വീതി. അതിലാണ് വന്ന് 1 സെൻറ്റിമീറ്ററിൽ കല്ലൊക്കെ വന്ന് ബ്ലോക്കായി നിൽക്കുന്നത്. അപ്പം വേദന ഉണ്ടാകുമ്പോൾ ഇഞ്ചക്ഷൻ വേദന എടുത്തു കഴിഞ്ഞാൽ രോഗി ഓക്കെ. കല്ലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ആഴ്ച വരെയൊക്കെ മരുന്ന് കഴിക്കാം. ആ 2 ആഴ്ച എന്ന് പറഞ്ഞാൽ വൃക്കയ്ക്ക് ഡാമേജ് ഉണ്ടാവാതിരിക്കും, പ്രൊവൈഡഡ് അദ്ദേഹത്തിന് ബ്ലഡ് ഷുഗറോ പ്രഷറോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ. ഇപ്പം നല്ല ഒരു പ്രമേഹം നിയന്ത്രണം ഇല്ലാത്തൊരു രോഗി വരികയാണ്, വൃക്ക ബ്ലോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. കല്ല് നീക്കാൻ പറ്റില്ല, സ്റ്റെൻറ്റെങ്കിലും ഇടണം. കാരണം തടസ്സമുള്ള വൃക്കയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പേഷ്യൻസാണ് വെന്റിലേറ്ററിലൊക്കെ പോകുന്നത്. അപ്പം ട്യൂബിലുള്ള ചികിത്സ വളരെ കോൺട്രോവേഴ്സിയാണ്, വളരെ അത് ഭയങ്കര കൺഫ്യൂഷനാണ് രോഗിക്ക്. കാരണം ഒരു ഡോക്ടറെ കാണുമ്പോൾ അയാൾ പറയും അത് നീക്കം ചെയ്യണമെന്ന് പറയും, മറ്റുള്ള ഡോക്ടർ വരുമ്പോൾ മരുന്ന് മതി എന്ന് പറയും. ഓക്കെ, പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ് 2 ആഴ്ച വരെ, ഇപ്പോൾ 2 വൃക്കയുണ്ട്, 1 വൃക്ക മാത്രം ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് 2 ആഴ്ച വരെ മരുന്നൊക്കെ കൊടുക്കാം. അതിൽ കൂടുതൽ പിന്നെയും കല്ല് പോയിട്ടില്ലെങ്കിൽ അപ്പം വേദന നിന്ന് പോകും. ചിലപ്പോൾ കല്ല് പോകാണ്ട് തടസ്സമുണ്ടോ, വേദന ഉണ്ടാവില്ല. അപ്പോൾ രോഗി കൂടുതൽ കംഫർട്ടബിളായി. വേദനയൊന്നുമില്ല, കല്ല് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, മരുന്ന് കഴിച്ചാൽ മതി വിചാരിക്കും. ദാറ്റ് ഈസ് മോർ ഡേഞ്ചറസ്. കിഡ്നി ഈസ് ഗോയിങ് ടു സ്ലീപ്പ്. പയ്യെ അതിൻ്റെ പ്രവർത്തനം നിന്ന് പോകും. രോഗി അറിയില്ല, ഡോക്ടർ അറിയില്ല, ലക്ഷണം ഉണ്ടാവില്ല, ഓൾ ആർ ഹാപ്പി. ഓക്കെ, വർഷങ്ങൾ കഴിഞ്ഞെടുക്കുമ്പോൾ ഒരു വൃക്കങ്ങൾ ചുരുങ്ങി കിടക്കുന്നത് കാണാം. അപ്പോൾ കാരണം പോലും രോഗിക്ക് മനസ്സിലാവാൻ പറ്റില്ല, ഓർമ്മ ഉണ്ടാവില്ല. അന്ന് എന്തോ ഒരു വേദന ഉണ്ടായിരുന്നു, അത്രേ അവർ ഓർക്കുന്നുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ കിഡ്നിയിലെ ട്യൂബിന് ബ്ലോക്ക് വരുമ്പോൾ ഇറ്റ് ഇസ് മോർ ഡേഞ്ചറസ്. വേദന ഉള്ളത് നല്ല ലക്ഷണമാണ്, പ്രവർത്തനം കാണിക്കുക ചെയ്യുന്നത്. ഞാൻ രോഗികൾ വരുമ്പോൾ പറയാം, വേദന കല്ലുരോഗ വേദന ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അസുഖം കണ്ടുപിടിക്കാൻ പറ്റി. മാത്രമല്ല വൃക്കയുടെ പ്രവർത്തനം നശിച്ചിട്ടില്ല. പ്രസവേദന ഉണ്ടെങ്കിൽ 10-ാം മാസം നല്ലതല്ലേ, അതേപോലെ തന്നെയാണത്. കല്ലുരോഗം വരുമ്പോൾ വേദന വരുന്ന കിഡ്നിയുടെ പ്രവർത്തനത്തെയാണ് കാണിക്കുന്നത്. ബട്ട് ആഫ്റ്റർ 2 വീക്സ് കഴിഞ്ഞ് വേദനയൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞ് രോഗി കല്ല് പോയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഇൻ്റർവീൻ ചെയ്യണം. അപ്പോഴാണ് പ്രശ്നം വരുന്നത്. അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. നമ്മൾ കല്ല് നീക്കാൻ ചെയ്ത് കിഡ്നിയുടെ ഉള്ളിൽ ലേസർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കയറ്റി കയറുമ്പോൾ ചിലപ്പോൾ സ്റ്റെൻഡ് ട്യൂബ് ഗൈഡ് വയർ കയറത്തില്ല, അത്രയും നല്ല ടൈറ്റായിരിക്കും. ആ സമയത്ത് നമ്മൾ സ്റ്റെൻഡ് ഇട്ട് ഇറങ്ങണം. കാരണം അപ്പോൾ നമ്മൾ ലേസർ ഉപയോഗിക്കുകയാണെങ്കിൽ കിഡ്നിയുടെ ട്യൂബിന് ഡാമേജ് വരും, കല്ല് പൊടിയത്തുമില്ല, ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുള്ള ഡാമേജ് ഉണ്ടാവും. സോ
ഓൾവേസ് കല്ലിലുള്ള ട്യൂബുള്ള സമയത്ത് പോസിബിൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ സിറ്റിംഗ് തന്നെ ക്ലിയർ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ സെക്കൻഡ് സിറ്റിംഗ് വേണ്ടി വരും. ഇത് രോഗി അറിഞ്ഞിരിക്കണം 100%. ബിക്കോസ് ഒരു രോഗിക്ക് ഡിമാൻഡ് ചെയ്യാൻ പാടില്ല ഒറ്റ സിറ്റിങ്ങിൽ അത് ക്ലിയർ ആണ്. അങ്ങനെ നിർബന്ധം പിടിച്ചിട്ട് ഒരു സോഷ്യൽ പ്രഷറിൽ ചെയ്യുകയാണെങ്കിൽ വൃക്കയ്ക്കും ട്യൂബിനും കൂടുതൽ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ട്യൂബിൽ വേദന വരുന്നതാണൊരു പ്ലസ് പോയിന്റ്, നമുക്ക് അറിയാൻ പറ്റും. അറിയാൻ പറ്റും. സെക്കൻഡ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഫങ്ഷൻ. വേദന വരുന്നതും ഇൻഫെക്ഷൻ കൊണ്ടും ആവാം. അപ്പോൾ നമ്മൾ ഹയർ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ വേദന ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ മാറും. അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് എങ്ങനെ ഇത് കണ്ടെത്താം അവരുടെ ട്യൂബിൽ പ്രശ്നം ഉണ്ടെന്നുള്ളത്? എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും? ഓക്കെ, വേദന മാറുന്നല്ല, വേദന ചിലപ്പോൾ അന്ന് തന്നെ മാറും, ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറും. വേദന മാറണമെങ്കിൽ ഒന്നെങ്കിൽ കല്ല് പോകണം മരുന്ന് കൊണ്ട്, അല്ലെങ്കിലോ കിഡ്നിയിൽ യൂറിൻ പ്രൊഡക്ഷൻ കുറയണം. വൃക്കയിൽ മൂത്രം ഇല്ലെങ്കിൽ കല്ലുണ്ടാവില്ല. മൂത്രം വരുമ്പോൾ തള്ളച്ചിലാണല്ലോ കല്ലിൻ്റെ മൂവ്മെൻറ്റ്സിൽ പെയിൻ വരുന്നത്. അപ്പോൾ 2 വീക്സ് കഴിഞ്ഞാൽ റിപ്പീറ്റ് സ്കാൻ ചെയ്യണം നിർബന്ധമായിട്ട്. കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ 2 ആഴ്ചയിൽ കൂടുതൽ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് തുടരരുത്. ഓക്കെ. ഞാൻ കാണുന്ന രോഗികൾ മാസങ്ങളോ ആഴ്ചകളോ നമുക്ക് വെച്ചിട്ടായിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ ഈ കല്ല് തന്നെ മരുന്ന് കൊണ്ട് ചികിത്സിക്കുന്ന കണ്ട് തന്നെ ട്യൂബുള്ള കല്ല് ഒരു 3 മാസം കഴിഞ്ഞിട്ട് കല്ല് തെറിച്ച് പോയി നോട്ടുക, രോഗി ഹാപ്പി, ബട്ട് ഓൾറെഡി ഡാമേജ് നടന്നിട്ടുണ്ടാവും. വൃക്കക്ക് ഡാമേജ് പിന്നെ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വൃക്കക്കൊക്കെ 2 വൃക്ക ഇല്ലാഞ്ഞിട്ടാണോ? ഡയാലിസിസ് ചെയ്യുന്ന വൃക്കകൾക്ക് രോഗിക്ക് വൃക്ക ഇല്ലാഞ്ഞിട്ടാണോ? 2 വൃക്ക അവിടെ തന്നെ ഉണ്ട്. There are some reasons which causes damage. അത് കല്ലുരോഗമാവാം, പ്രമേഹമാവാം, പ്രഷറാവാം, എന്തോ ഒരു കാരണം മരുന്ന് കൊണ്ടുണ്ടാവാം, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഉണ്ട്. വേദന സമ്മാരികൾ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. അപ്പം കാരണം എന്തോ വൃക്കയ്ക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയറിലേക്ക് പോകും. വൃക്ക അവിടെ തന്നെ കാണും. ഡോക്ടർ വൃക്കൻ്റെയും പറഞ്ഞു ട്യൂബിൻ്റെയും പറഞ്ഞു, വേറൊരു പൊസിഷൻ കൂടി പറഞ്ഞു, യൂറിനറി ബ്ലാഡർ. അവിടെ വരുമ്പോൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ്? ഇതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ? ഡെഫിനറ്റ്ലി. അപ്പോൾ ബ്ലാഡറിൻ്റെ ഉള്ളിൽ കല്ല് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ കിഡ്നിയിൽ നിന്ന് മൂത്ര ട്യൂബിലൂടെ ഇറങ്ങി താഴോട്ട് വന്ന് മൂത്രസഞ്ചിയിൽ വീഴുന്ന കല്ല്, അതൊന്ന്. ഓക്കെ. അതാണെങ്കിൽ നമ്മൾ സിസ്റ്റോസ്കോപ്പ് ഇടുമ്പോൾ തന്നെ പോരും, ചിലപ്പോൾ രോഗി മൂത്രം ഒഴിച്ച് കളയും. ഓക്കെ. ചെറിയ കല്ലാണ് ബ്ലാഡറിന്, അല്ലെങ്കിൽ നമ്മൾ രോഗി വരും, കാരണം വെച്ചാൽ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം, ബ്ലഡ് പോകും. അപ്പോൾ സിംറ്റംസിനാണ് അവിടെ പ്രധാനം കൊടുക്കുന്ന രോഗി. ഓക്കെ, ലക്ഷണങ്ങൾക്കാണ്. അപ്പോൾ അയാൾ വന്നോളും, പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അവർക്ക് ഇത് കാണിക്കും. വലിയ കല്ലുകൾ വരാം, മൾട്ടിപ്പിൾ സ്റ്റോൺസ്, നല്ല ഉരുണ്ട കല്ലുകൾ വലുത് വരാം. അത് മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോവാതെ കെട്ടിക്കിടക്കുമ്പോഴാണ് വരുന്നത്. അത് പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന പ്രോസ്റ്റേറ്റ് രോഗത്തിലാണ്. പ്രോസ്റ്റേറ്റ് രോഗത്തിൽ മൂത്രത്തിന് സ്പീഡ് കുറയും, മൂത്രം കെട്ടിക്കിടക്കും, കല്ല് ഊറിയിട്ടാണ് കല്ലുണ്ടാവുന്നത്. മനസ്സിലായി? അപ്പോൾ അതിനുള്ള ചികിത്സ കല്ല് നീക്കം ചെയ്യുക ഡെഫിനറ്റ്ലി, ബട്ട് വീണ്ടും തിരിച്ച് അപ്പം വരാതിരിക്കണമെങ്കിൽ പ്രോസ്റ്റേറ്റ് ചികിത്സിക്കണം. പ്രോസ്റ്റേറ്റ് ഇപ്പോൾ ഒത്തിരി ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ആ ട്രീറ്റ്മെൻറ്റിങ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂത്രസഞ്ചിയുടെ കല്ല് രോഗം തടയാം. പിന്നെ സ്പൈനൽ കോഡ് ഇഞ്ചറി, നട്ടെല്ലിന് ഇഞ്ചറി പറ്റി കിടപ്പിലായ രോഗികൾ, അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട്, ഈ രോഗികളിലും മൂത്രസഞ്ചിക്ക് തകരാറ് വന്ന് മൂത്രം മുഴുവനായിട്ട് പോകാതെ കല്ല് രോഗം വരാറുണ്ട്. മൂത്രസഞ്ചി ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. എന്താ അറിയുക? കാരണം എന്താ അറിയുക? മൂത്രസഞ്ചിയിൽ ഒരുപാട് കാലം കല്ല് കിടന്നാൽ എന്താ പ്രോബ്ലം ഉണ്ടാവുക? ഇറ്റ് ക്യാൻ കോസ് ബ്ലാഡർ ക്യാൻസർ. കിഡ്നീൻ്റെ ഉള്ളിൽ ഒരുപാട് കാലം കല്ല് കെട്ടിക്കിടന്നാലും ഇറ്റ് ക്യാൻ ഡെവലപ്പ് ക്യാൻസർ. എങ്ങനെ ക്യാൻസർ ഉണ്ടാവുന്നു? കല്ല് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ക്യാൻസർ? ഡെഫിനറ്റ്ലി ഐ വിൽ എക്സ്പ്ലെയിൻ. നമ്മളിത് ക്രോണിക് ഇറിറ്റേഷൻ, മൂത്രസഞ്ചിയുടെ ഭിത്തിയായിട്ട് കല്ല് ഒരഞ്ഞാണ് കല്ലുണ്ടാവുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം, പാൻ പരാഗ്, ടൊബാക്കോ, തമ്പാക്കോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വായിലൊക്കെ വെച്ച് നമ്മൾ കണ്ടിട്ടില്ല, ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ കാണുന്നതാണ്, ഇവിടെ കുറവാണ് താരതമ്യേന. ഇവിടെ വെക്കുന്ന ആൾക്ക് ഈ ഭാഗത്താണ് ലോക്കൽ ഇറിറ്റേഷൻ കൊണ്ട് അവിടെയാണ് ക്യാൻസർ വരുന്നത്. ബാക്കി സ്ഥലത്തിൽ വന്നുകൂടാകുകയില്ല, പടർന്നൊക്കെ ചെയ്യും. പക്ഷെ എവിടെയാണ് ഈ ക്രോണിക് ഇറിറ്റേഷൻ ഉള്ളത്, അവിടെയാണ് ആ എപ്പിത്തീലിയൽ സെൽസിന് സ്വഭാവമാറ്റം വരുന്നതും ട്യൂമർ ഉണ്ടാകുന്നത്. അപ്പോൾ കല്ലുരോഗം അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. എല്ലാവരും വിചാരിക്കുന്ന ഈ കല്ല് രോഗം ഭയങ്കര സിമ്പിൾ സാധനമാണ്, ചിലപ്പോൾ ഒന്ന് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ പോകുന്നൊരു സാധനമായിരിക്കും. പക്ഷേ ഇത് ഇത്രയും കോംപ്ലിക്കേഷൻ, ഈവൻ ഒരു ക്യാൻസർ വരെ എത്തിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അടിയന്തര ചികിത്സ എന്തായാലും അതിന് ആവശ്യമാണ്. അടിയന്തര ചികിത്സ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന് ഓരോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ ആൻഡ് എവറിത്തിങ്. ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അടിയന്തര ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എൻ്റെ ഒരൊറ്റ മെസ്സേജുള്ളൂ ഈ ടോക്കിലൂടെ, ഡോക്ടർക്ക് ഒരു കല്ല് രോഗമുണ്ട്, എനിക്കൊരു കല്ല് രോഗമുണ്ട്, പക്ഷേ 2 പേരുടെയും ചികിത്സ ടോട്ടലി
ഡിഫറൻ്റ് ആയിരിക്കും. നെവർ കമ്പയർ ഇറ്റ്. അത് കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് പേഷ്യൻസിന് കൂടുതൽ സംശയം വരുന്നത്. അവിടെ പോയാൽ പെട്ടെന്ന് കഴിയും, ഇവിടെ പോയാൽ പെട്ടെന്ന് കഴിയും. ബിക്കോസ് ഇറ്റ്സ് ഇറ ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്തൊക്കെ പരസ്യം ചെയ്യാം എന്ന് ഇപ്പം നമ്മളിപ്പോൾ ടോക്ക് ചെയ്യുന്നു. ഇറ്റ്സ് എൻ അവയർനെസ് ടോക്ക് ഒക്കെ അല്ലേ. അപ്പോൾ ഇതിലുള്ള മെസ്സേജസ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് മെസ്സേജ് കൺവേർഡ് ഈസ് റോങ്. ഓൾ ട്രീറ്റ്മെൻറ്റ് ഇസ് ഗുഡ്, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻസ് ആൻഡ് പേഷ്യൻസ്. ഓരോ പേഷ്യൻസും ഓരോ ചികിത്സയാണെന്നുള്ള കാര്യമാണ് എനിക്കിവിടെ ഓർമ്മിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇതെല്ലാം ചികിത്സ കഴിഞ്ഞ് വീണ്ടും ഒരു സ്കാന് കാണുന്ന സമയത്ത് കല്ലുരോഗം തിരിച്ചു വരുമ്പോൾ രോഗിക്കുള്ള ഒരു ഡിപ്രഷൻ ടൂ മച്ചാണ്. അത് അവർ വളരെയധികം സത്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ ചികിത്സിച്ചു എന്നിട്ടും എനിക്കിത് വന്നല്ലോ, ഓക്കെ തിരിച്ചു വരുന്നുണ്ടല്ലോ. ഒരു 4-5 പ്രാവശ്യം ചെയ്യുന്ന രോഗികളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള ചികിത്സയ്ക്ക് രോഗികൾക്ക് നമ്മൾ മെറ്റബോളിക് ഇവാലുവേഷൻ, 24 hour യൂറിൻ ടെസ്റ്റ് എന്നൊക്കെ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. നോട്ട് 100%. സ്റ്റിൽ ഇറ്റ് ക്യാൻ ഫോം. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ URS RIRS ആ ടെക്നിക്ക്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതെന്തുകൊണ്ടാണ് ബാക്കി 2 മുൻപ് പറഞ്ഞ ടെക്നിക്കിനെക്കാട്ടിലും ബെറ്റർ ആവുന്നത് എന്നുള്ളത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ രോഗികൾക്ക് പ്രത്യേകിച്ചും മൾട്ടിപ്പിൾ ഡോക്ടേഴ്സിനെ കാണിച്ചിന് എടുക്കുന്ന രോഗികളായിരിക്കും സ്റ്റോൺ രോഗികൾ. മിക്കവാറും അങ്ങനെ തന്നെയാണ്. കണ്ട നമ്മൾ സ്റ്റോൺ ചെയ്യുമ്പോൾ ഞാനൊരു സ്റ്റോൺ കണ്ടുപിടിച്ചാൽ രോഗി ആ പേപ്പറായിട്ട് അടുത്ത ഡോക്ടർ എടുത്ത് പോകും, മറ്റുള്ള ഡോക്ടർ എടുത്ത്. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. സെക്കൻഡ് ഒപ്പീനിയൻ ഈസ് ടു മച്ച്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് എ പേഷ്യൻ്റ് മനസ്സിലാക്കുക അയാളാണ് രോഗി. ആരെങ്കിലും വിശ്വസിച്ചല്ലേ മതിയാവും. ഓക്കെ, ലെറ്റ്സ് കം ഇൻ ടു ദ പോയിന്റ്. യൂറീറ്ററിൽ കിഡ്നിയുടെ ട്യൂബിലാണ് കല്ലെങ്കിൽ ഓക്കെ അതിന് നമ്മൾ 2 weeks വരെ നമുക്ക് ആൽഫ ബ്ലോക്കേഴ്സും മരുന്നും ആൻറ്റിബയോട്ടിക്സും കല്ല് പോകാനുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നല്ല സ്മൂത്ത് സ്റ്റോൺസ് 4 mm 5 mm ഒക്കെ തെറിച്ച് പോകും. ചിലത് 4 mm 5 mm ആണെങ്കിൽ തെറിച്ച് പോകും. ഇറഗുലർ സ്റ്റോൺ ആണെങ്കിൽ തറച്ചു നിൽക്കും. ഓക്കെ, അങ്ങനത്തെ സ്റ്റോൺ പോകത്തില്ല. അപ്പോഴാണ് നമ്മൾ കിഡ്നീൻ്റെ ട്യൂബിലാണെങ്കിൽ അതായത് യൂറീറ്ററിലാണെങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ചികിത്സ ലേസർ URS. ലേസർ തന്നെ പലതും ഉണ്ട്. ഹോൾമിയം, തൂളിയം, അങ്ങനെ പല ചികിത്സയുണ്ട്. ട്യൂബിൽ ഏറ്റവും ബെസ്റ്റ് ഇത് ഹോൾമിയം ലേസറാണ്. കാരണം ഹോൾമിയം ലേസറിന് ചൂട് കുറവാണ്. ഹീറ്റ് പ്രൊഡക്ഷൻ ഇസ് വെരി ലെസ്. ഇറ്റ് ഗോസ് ആൻഡ് മേക്സ് ദ സ്റ്റോൺ ഫൈൻ പൗഡർ. നമ്മൾ ടാൽക്കം പൗഡർ ഇല്ലേ മുഖത്തിടുന്നത്, അതുപോലെയാക്കി കളയും. കല്ലെടുത്ത് കളയേണ്ട ആവശ്യമില്ല. അത് മൂത്രം ഒരു ഫ്ലഷ് ചെയ്താൽ വെള്ളം കഴിച്ചാൽ തന്നെ അത് ഫ്ലഷ് ചെയ്തൊരു 2-3 days കൊണ്ട് തന്നെ കംപ്ലീറ്റ് ക്ലിയർ ആവും. ചിലപ്പോൾ ഓൺ ദ ടേബിൾ തന്നെ ക്ലിയർ ആവും. അത് വളരെ ട്യൂബിനുള്ള ഡാമേജ് കുറയ്ക്കും. അതുകൊണ്ടാണ് ചൂട്. യെസ്, ഡെഫിനറ്റ്ലി. ആ ലേസർ ഉപയോഗിക്കുന്ന സമയത്ത് ലേസർ പോയി കിഡ്നിയുടെ ട്യൂബിലൊന്നും തടയാൻ പാടില്ല, അല്ലെങ്കിൽ ട്യൂബിന് ഡാമേജ് ഉണ്ടാവും. ഈ ലേസറിന്റെ ഡെപ്ത് ഓഫ് പെനൻട്രേഷൻ ഇസ് 0.5 mm ആണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ ട്യൂബിനോ കിഡ്നിനോ ഒന്നും ഡാമേജ് ഉണ്ടാവാറില്ല. അതിന് ഹീറ്റ് പ്രൊഡക്ഷനാണ് നോക്കേണ്ടത്. ഹീറ്റിൽ ഹോൾമിയം ലേസറിന് ഹീറ്റ് വളരെ കുറവാണ് തൂളിയം ലേസറിനെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഒരു കാര്യമുള്ളൂ, ഹോൾമിയം ലേസർ ഇസ് എ കോസ്റ്റ്ലി മെഷീൻ. RIRS എന്ന് പറഞ്ഞ കിഡ്നീൻ്റെ അറകളിലുള്ളിലേക്ക് പോയിട്ട് 3 അറകളുണ്ട്. അപ്പർ, മിഡിൽ, ലോവർ കാലിക്സ് എന്നാണ്. ഇതാണ് അറകൾ. ആ അറകളിനുള്ളിൽ പല അറകളിലും നമുക്ക് ഫ്ലെക്സിബിൾ സ്കോപ്പ് പോയിട്ട് നമുക്ക് ഇങ്ങനെ എല്ലാ അറകളും ലൈറ്റ് അടിച്ച് നോക്കുന്ന പോലെ, നമ്മൾ ഇരുട്ട് റൂമിൽ കയറി ലൈറ്റ് അടിച്ച് നോക്കിയാൽ അങ്ങനെ അതുപോലെ എല്ലാ കോർണേഴ്സിലും നമുക്ക് കിഡ്നീൻ്റെ ഉള്ളിൽ ലൈറ്റ് അടിച്ച് നോക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് ഫ്ലെക്സിബിൾ സ്കോപ്പ് വെച്ച് എന്നിട്ട് നമുക്ക് ഒരു വളരെ ഫൈൻ ലേസർ ഫൈബർ എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസൊക്കെ സ്റ്റെൻറ്റിങ് ആവശ്യം വരാറുണ്ട്. ചില പേഷ്യൻസിന് മാത്രം, വളരെ ചുരുക്കം പേഷ്യൻസിന് മാത്രമേ സ്റ്റെൻറ്റിൻ്റെ ആവശ്യമില്ല വരാത്തുള്ളൂ. മിക്കവാറും പേഷ്യൻസിന് സ്റ്റെൻറ്റിങ്ങിൻ്റെ ആവശ്യം വരാറുണ്ട്. ഇതിലൊക്കെ നമ്മൾ ലക്കിയാണ്. കാരണം RIRS എന്ന് പറഞ്ഞ ചികിത്സ പണ്ട് ഞങ്ങൾ കൊടുത്തിരുന്നത് പൈലറ്റ്സിന്, ഡോക്ടേഴ്സിന്, മെർച്ചൻ്റ് നേവി, ഇവർക്കൊന്നും ഫിറ്റ്നസ് കിട്ടില്ല. അങ്ങനെയുള്ള രോഗികൾക്കാണ് യൂസ്. ബിക്കോസ് ദാറ്റ് സ്കോപ്പ് വാസ് കോസ്റ്റിംഗ് 20 lakhs. ഫ്ലെക്സിബിൾ സ്കോപ്പ് 20 ലക്ഷത്തിനടുത്ത് രൂപയായിരുന്നു അന്നത്തെ തുടക്കത്തെ കാലങ്ങളിൽ. അന്ന് മുതൽ ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ ഒരു ഫസ്റ്റ് കേസിൽ പറ്റും. ഒരു പൈലറ്റിന് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ സ്കോപ്പ് പോയി. ഫസ്റ്റ് കേസിൽ തന്നെ ആ ഡിഫ്ലക്ഷൻ പോയി, സ്കോപ്പ് ഡാമേജ് ആയി. 20 ലക്ഷം രൂപ പോയി അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് നമുക്ക് രോഗിയോട് പറയാൻ പറ്റില്ല. 20 ലക്ഷം രോഗി തരുമോ കല്ല് പൊടിച്ചാൽ? അപ്പോൾ അങ്ങനെ പറ്റും. ബട്ട് ദാറ്റ് ഇറ ഇസ് ഗോൺ. ഇന്നിപ്പോൾ വരുന്ന വളരെയധികം ഒരുപാട് ഇന്ത്യൻ കമ്പനീസൊക്കെ ഇറങ്ങി നമുക്ക് സ്കോപ്പ് വളരെ കോസ്റ്റ് കുറഞ്ഞു വന്നു. ആ സ്കോപ്സ് കിട്ടുന്ന ഫ്ലെക്സിബിൾ സ്കോപ്പ്, ഡിസ്പോസിബിൾ കോസ്റ്റൊക്കെ വന്ന ടെക്നോളജി വെച്ചിട്ട്, യൂഷ്വലി കമ്മിങ് ഫ്രം ചൈന. ഓക്കെ, നമ്മൾ ചൈനക്കാരെ തൊഴണം. ഈ ടെക്നോളജീസിൽ ഫ്ലെക്സിബിൾ സ്കോപ്പ് വേൾഡ് ഓവർ, ഈവൻ ജർമ്മനി വരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇവരെ ടെക്നോളജിയാണ്. ആ സ്കോപ്പിൽ വെച്ച് നമുക്ക് ഉള്ളിലെല്ലാം പൊടിച്ച് നമുക്ക്
സുലഭമായിട്ട് ഇറങ്ങി വരാം. ഇന്നിപ്പം സാധാരണക്കാർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് അവൈലബിളായി. ദാറ്റ്സ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം ഒരുപാട് മെഡിക്കൽ സയൻസ് അഡ്വാൻസ് വന്നത് അതിൻ്റെ കോസ്റ്റ് ഓഫ് ദി എക്യുപ്മെൻറ്റ്സും കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. പിന്നെ നമ്മൾ ഈ സ്റ്റോണൊക്കെ പൊടിക്കുന്ന സമയത്ത് ആറേറൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സംവിധാനമായിരിക്കണം തിയേറ്ററിൽ. മനസ്സിലായോ? എന്തൊക്കെ സംവിധാനം വെച്ചാൽ നമുക്ക് നല്ല ടേബിൾ വേണം, പേഷ്യൻ്റ് താങ്ങാൻ പറ്റിയ നല്ല വെയിറ്റ് താങ്ങാൻ പറ്റിയ നല്ല സിയാം വേണം, റേഡിയേഷൻ കുറഞ്ഞിട്ട് രോഗിക്ക് നമ്മൾ എക്സ്റേ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് വേണം, നല്ല മോണിറ്റർ, നല്ല വിഷൻ കിട്ടുന്ന നല്ല കോസ്റ്റ്ലി മോണിറ്റർ ഉണ്ടെങ്കിൽ വളരെയെല്ലാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ദ ചാൻസ് ഓഫ് ക്ലിയറൻസ് ഓഫ് സ്റ്റോൺ ഇസ് മോർ ഫാസ്റ്റ്, ബിക്കോസ് എല്ലാം നന്നായിട്ട് കാണാം. നല്ല മോണിറ്റർ മങ്ങിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ വണ്ടി ക്ലിയർ ആകും. അതേപോലത്തെ മോണിറ്ററൊക്കെ ആണെങ്കിൽ സോ യു ഹാവ് ടു ഹാവ് എ ഗുഡ് ഗാഡ്ജറ്റ്സ്, നല്ല കോസ്റ്റ്ലി ഗാഡ്ജറ്റ്സ്, നല്ല കമ്പനീൻ്റെ ഗാഡ്ജറ്റ്സ് ആണെങ്കിൽ നമുക്ക് സ്റ്റോൺ ക്ലിയറൻസ് വളരെയധികം സക്സസ്ഫുൾ ആക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് സ്റ്റെൻഡിങ്. സ്റ്റെൻഡിൽ പലതരം സ്റ്റെൻറ്റും ഉണ്ട്. 100 രൂപ മുതൽ 3000 വരെ രൂപയുള്ള സ്റ്റെൻറ്റ്, ഇമ്പോർട്ടഡ് സ്റ്റെൻറ്റ് വരെ ഉണ്ട്, സിലിക്കോൺ. കിഡ്നി ട്യൂമറൊക്കെ, കിഡ്നി ട്യൂബിലൊക്കെ ട്യൂമറാണ് 40,000 മുതൽ 50,000 വരെയുള്ള സ്റ്റെൻറ്റ്, മെറ്റാലിക് സ്റ്റെൻറ്റ്സ് ഉണ്ട്. ഇതിനൊക്കെ ഇൻഡിക്കേഷൻസ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചെറിയ സ്റ്റെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ 100 രൂപയുടെയൊക്കെ സ്റ്റെൻറ്റ് ഇട്ട് നമ്മൾ 2 or 3 വീക്സ് കൂടുതൽ അതിൽ വെക്കാൻ പാടില്ല, എടുത്ത് കളഞ്ഞേക്കണം, അല്ലെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് വരും. ഐ പ്രിഫർ ഓൾവേസ് സിലിക്കോൺ സ്റ്റെൻറ്റ്. സിലിക്കോൺ സ്റ്റെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് 1 വർഷം വരെ വെച്ച് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കത്തില്ല, കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഓരോ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നത് പോലും ഈ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതൊരു കോൺട്രവേഴ്സിയാണ്. ചില രോഗത്തിൽ പോയാൽ ഇത്രയേ ഉള്ളൂ, അവിടെ ആശുപത്രിയിൽ പോയാൽ ഇത്രയേ ഉള്ളൂ, ഇവിടെ പോയാൽ ഇത്ര വരും. അങ്ങനെ ഒരു ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരുപാട് റേറ്റ് കോൺട്രവേഴ്സി നടക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഹൈ ക്വാളിറ്റി തിങ്സ് ഉപയോഗിക്കുമ്പോൾ റേറ്റ്സിന് വ്യത്യാസം വരും. ബട്ട് അതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് കിഡ്നിക്ക് ഡാമേജസ് കുറയും. ഒരു ഫോർഗോട്ടൺ സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റി ഉണ്ട്, അത് സ്റ്റെൻറ്റ് ഇട്ട് രോഗി എടുക്കാൻ മറന്നു പോകും. അപ്പോൾ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം, 4 ആഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ കോൾ ചെല്ലണം രോഗികൾക്ക്. അതിട്ടിട്ട് അവന് ദുബായിൽ പോയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ചില പേഷ്യൻസ് നമ്മൾ പറയത്തില്ല ഫോളോ അപ്പിൻ്റെ. അപ്പോൾ നമ്മൾ സിലിക്കോൺ ഇട്ടാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 1 year വരെ സേഫാണ്. അവനെയോ അദ്ദേഹത്തിനെയോ അവനെയോ അവളെ ട്രാക്ക് ചെയ്ത് നമുക്ക് സ്റ്റെൻറ്റ് എടുക്കാൻ തിരിച്ച് വിളിക്കാൻ പറ്റും. ഡോക്ടറോട് ചില പേഷ്യൻസ് സ്റ്റെൻറ്റ് ഇടാൻ താല്പര്യമില്ല എന്ന് പറയാറില്ലേ? എന്തുകൊണ്ടാണ് അവർ എന്താണ് അതിൻ്റെ പിന്നിലൊരു മിത്ത്, ആ സ്റ്റെൻറ്റിനെ പേടിക്കാനുള്ള? ഡെഫിനറ്റ്ലി. ഇപ്പം നിങ്ങൾക്ക് ആർക്കും ഞാനൊരു ഹ്യൂമൻ ബീങ്, നിങ്ങളൊരു ഹ്യൂമൻ ബീങ് അല്ലേ? നിങ്ങൾക്കൊരു ചികിത്സയ്ക്ക് മരുന്ന് കൊണ്ട് മാറാവുന്നതാണ്, നിങ്ങൾ മരുന്നാണ് സർജറിയാണ് സെലക്ട് ചെയ്യുക? മരുന്ന്. സെക്കൻഡ്, 1 പ്രാവശ്യം തിയേറ്ററിൽ പോകണം, 2 പ്രാവശ്യം തിയേറ്ററിൽ പോകണം, ഏതായിരിക്കും പ്രിഫർ ചെയ്യുക? 1 പ്രാവശ്യം. സ്റ്റെൻറ്റ് ഇട്ടാൽ 2 പ്രാവശ്യം തീർച്ചയായും പോകണ്ടേ? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, രണ്ടാമത് സ്റ്റെൻറ്റ് എടുക്കുന്നത് മിക്കവാറും ലോക്കൽ അങ്ങനെ ഡിസ്ചാർജ് ആയി പോവാം മിക്ക പേഷ്യൻസിനും. അതിനകത്ത് സ്റ്റെൻറ്റ് റിലേറ്റഡ് സിംറ്റംസ് ഉണ്ട്. നല്ല ക്വാളിറ്റി സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെൻറ്റിൻ്റെ വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഓൾവേസ് ഇറ്റ്സ് പേഷ്യൻസിന് ഈ ഭയം വരുന്നതും ഇതൊക്കെ അവരെ അസൗകര്യം വേദനയും അതൊക്കെ ഉള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും തിയേറ്ററിൽ പോകേണ്ട ആവശ്യം വരുന്നത് കൊണ്ട് ആരും സ്റ്റെൻറ്റ് പ്രിഫർ ചെയ്യാത്തത്. അത് പ്രത്യേകിച്ച് ഒരാ പ്രൊസീജിയർ കഴിഞ്ഞ ആൾക്ക് ഇതിനെപ്പറ്റി അറിയാം. അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ കല്ലുരോഗത്തിനെ പറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിനെ പറ്റി ഡിസ്കസ് ചെയ്തു, സ്റ്റെൻറ്റിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ തീർത്തു. ഈ കല്ലിനെ നമ്മളിപ്പോൾ ചികിത്സിച്ചു, ഇനി അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കല്ലെടുത്ത് കളഞ്ഞാലും രോഗം ഇനിയും വരില്ല എന്ന് ഉറപ്പ് തരുന്നില്ല. എന്തൊക്കെയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ? ഓക്കെ, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ഒക്കെ ടെക്നിക്കൽ തിങ്സാണ്. ഇതാണ് വളരെ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഒരു കാരണം നമ്മളെ ഭക്ഷണത്തിൻ്റെ ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനുള്ള നമ്മളൊരു ഡയറ്റ് ചാർട്ട് തരും. രോഗികൾ ഓരോ ഭക്ഷണ പദാർത്ഥം എണ്ണി ചോദിക്കും. അതെനിക്ക് ഈ ടോക്കിലൂടെ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മളൊരു ചാർട്ട് കൊടുക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് തിങ്. ഡയറ്റിൽ ഇതൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓരോ രോഗിക്കും ഓരോ ചാർട്ടായിരിക്കും. രണ്ടാമത്തത്, വെള്ളം കുടിക്കുന്ന അളവ് എത്രയെന്ന് ചോദിക്കും രോഗികൾ. വെള്ളം കുടിക്കേണ്ട അളവ് എത്ര വെച്ച് കഴിഞ്ഞാൽ നെവർ പാസ് യെല്ലോ യൂറിൻ. ഒരിക്കലും മൂത്രം മഞ്ഞ നിറത്തിൽ പോകരുത്. നമുക്ക് മഞ്ഞക്കാമാലോ ബി കോംപ്ലക്സോ കഴിക്കുന്ന മഞ്ഞ നിറത്തിൽ പോകാം, അത് ഇതിൽ ഉൾപ്പെടുത്തരുത്. അല്ലാതെ ഒരു രോഗമില്ലാത്ത ആൾ, മരുന്ന് കഴിക്കാത്ത ആൾ മൂത്രം ഒരിക്കലും മഞ്ഞ നിറത്തിൽ പോകരുത്. ഞാൻ പറയുന്ന ഒരു പേഷ്യൻസ് അഡ്വൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടോയ്ലറ്റിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ക്ലോസറ്റിൻ്റെ വെള്ളത്തിൻ്റെ നിറം മാറാൻ പാടില്ല, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അത് കളറ് വരികയാണെങ്കിൽ മനസ്സിലാക്കണം ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണ്. ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ ഓർ അണ്ടർഹൈഡ്രേറ്റഡ് ആണെങ്കിൽ
എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് സ്റ്റോൺ ഉണ്ടാവും. അപ്പം എത്ര വെള്ളം കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവർ പാസ് യെല്ലോ യൂറിൻ. ഒരിക്കലും മൂത്രം മഞ്ഞ നിറത്തിൽ പോകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ AC റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് ചിലപ്പോൾ 1-1.5 ലിറ്റേഴ്സ് മതി. നിങ്ങൾ നാളെ ഫീൽഡ് വർക്കോ എന്തെങ്കിലും ചെയ്യേണ്ടി വന്ന് നിങ്ങൾക്ക് തന്നെ അന്ന് ഒരു 3 ലിറ്ററോളം കഴിക്കേണ്ടി വരും. സോ സെയിം പേഴ്സണ് ഒരു ദിവസം ഡിഫറെൻറ്റ് ലെവൽ ഓഫ് വാട്ടർ ഇൻടേക്ക് ആണ് വേണ്ടി വരുന്നത്. അവരുടെ വർക്കിംഗ് ലെവൽ. ഡെഫിനറ്റ്ലി. അപ്പം അതാണ് അതിന് ആൻസർ. അല്ലാതെ നമ്മൾ 1 ലിറ്റർ 2 ലിറ്റർ 3 ലിറ്റർ അങ്ങനെയില്ല. ഈ ഡയറ്റും വെള്ളവും അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഇൻഫെക്ഷൻ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ചും നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിൽ സ്റ്റാഗോൺ സ്റ്റോൺസ് ഒക്കെ വരുന്ന സമയം ഇൻഫെക്ഷൻ സ്റ്റോൺ ആണെങ്കിൽ അതിന് ഭക്ഷണം നിയന്ത്രിച്ചിട്ട് കാര്യമില്ല. അപ്പം യൂറിനറി ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണം. അതിൽ ഇൻഫെക്ഷനാണ് അതിൻ്റെ നിഡസ് എന്ന് പറഞ്ഞാൽ അതാണ് സീഡ്. ഇൻഫെക്ഷൻ ഈക്വലായ ബാക്ടീരിയ അതിൻ്റെ മുകളിൽ നിന്നാണ് ഈ സ്റ്റോണിന് വന്ന് അടയുന്ന സാധനങ്ങൾ വന്ന് അടിയുകയും കല്ലുണ്ടാവുകയും ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു സ്റ്റാഗോൺ സ്റ്റോൺ നിങ്ങൾ എന്ത് ഭക്ഷണം നിയന്ത്രിച്ച് എന്ത് കല്ല് പോക്കിയിട്ടും കാര്യമില്ല. വീണ്ടും വരാതിരിക്കണമെങ്കിൽ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ, ലോങ് ടേം ആൻറ്റിബയോട്ടിക്സ് മസ്റ്റാണ്. അപ്പം ട്രീറ്റ്മെൻറ്റ് ഇസ് ഡിഫറെൻറ്റ്. ഓരോ രോഗികൾക്കും ഓരോ അഡ്വൈസാണ്. അപ്പോൾ ഒരു കല്ല് രോഗം ട്രീറ്റ് ചെയ്ത ഒരാൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ ഡയറ്റും വാട്ടറും പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ. ചില രോഗികൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രോസ്റ്റേറ്റ് രോഗം കൊണ്ടാണ് കല്ല് വന്നെങ്കിൽ കല്ല് നീക്കം ചെയ്താൽ വീണ്ടും ഒരു പ്രോസ്റ്റേറ്റ് രോഗം ചികിത്സിക്കേണ്ടി വരും. വേറൊരു കോൺട്രവേഴ്സി, കിഡ്നിക്ക് തടസ്സം ഉണ്ടാവും ജന്മന, ട്യൂബിനൊക്കെ PUG ഒബ്സ്ട്രക്ഷൻ ജന്മന ഉണ്ടാവും. അതുകൊണ്ടാണ് കല്ല് വരുന്നെങ്കിൽ കല്ല് നീക്കം ചെയ്യുകയും ആ തടസ്സം മാറ്റുകയും ചെയ്യണം. ഡോക്ടർക്ക് എന്താണ് ഈ പേഷ്യൻസിനോട് പറയാനുള്ളത്? അവർ വരുന്നത് ഈ ഒറ്റ സിറ്റിങ്ങിൽ ഇത് തീർന്നു പോകണം, ബട്ട് ചാൻസ് ഓഫ് റിക്കറൻസ് ഹൈ ആണ്. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഒരു ഇത് കൊടുക്കാനുള്ളത്? എനിക്ക് ഒരൊറ്റ മെസ്സേജ് ഈ ടോക്കിലൂടെ പറയാനുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ കല്ല് രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുക, കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുക, എൻ്റെ ഡിസീസിന് കാരണം എന്താണ്, കല്ല് രോഗമെന്ന്. ഇനി ചികിത്സിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഫോളോ അപ്പാണ് ഞാൻ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ചോദിക്കുക. മരുന്ന് കൊണ്ട് മാറുമോ എന്ന് ചോദിക്കുക. മരുന്ന് കൊണ്ട് മാറാൻ പറ്റുമെങ്കിൽ എത്ര കാലം മരുന്ന് കഴിക്കാൻ ചോദിക്കുക. ഇനി മരുന്ന് കഴിച്ച് ചികിത്സിച്ചെങ്കിൽ എന്താവും ചോദിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഡോക്ടേഴ്സ് ഗിവ്സ് ഡിഫറെൻറ്റ് അഡ്വൈസ്. ഓക്കെ, അപ്പം അത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാകും രോഗികൾക്ക്. നമ്മൾ സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗിക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഏത് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ 2 ആഴ്ച വരെ കല്ല് കഴിക്കാൻ പറയാം. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യ, അദ്ദേഹത്തിൻ്റെ ഫാദർ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. ഓക്കെ, അറബായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ചെറിയ പയ്യന ഒരു ഐ റിമെമ്പർ ലോങ് ബാക്ക് ഒരു 14-15 ഇയേഴ്സ് ബോയ് കോൾ ചോദിച്ചോ ഡോക്ടർ, അന്ന് ഒരു റിലേഷൻ വരുമല്ലോ നമ്മളായിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഡോക്ടർ എനിക്കൊരു 5 mm സ്റ്റോൺ വന്നിട്ടുണ്ട് സൗദി അറേബ്യ റിയാദ്, ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ വരണ്ട, അവിടെ തന്നെ കാണിച്ചാൽ മതി എന്നാണ്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. അയാൾ വന്നു 4 ദിവസം കഴിഞ്ഞ് മുഖക്ക് വീർത്ത് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് അദ്ദേഹത്തിന് സിംഗിൾ കിഡ്നി ബൈ ബർത്ത്. ആ ഒരു 5 mm കല്ല് വന്ന് ബ്ലോക്കായി വേദന എടുത്ത് റിയാദ് റീനൽ ഫെയിലിൽ പോയി. അപ്പം യു സി മൈ ഇഗ്നറൻസ് അല്ല. അപ്പം നമ്മൾ ഒരിക്കലും ടെലിഫോണിക്കലി ട്രീറ്റ് ചെയ്ത്, അതും കൂടി ഇതൊരു മെസ്സേജാണ്, ടെലിഫോണിക്കലി ഒരിക്കലും ആരെയും ട്രീറ്റ് ചെയ്യരുത്. നമ്മൾ കാരണം അവന് സിംഗിൾ കിഡ്നിയാന്ന് എനിക്കറിയില്ലായിരുന്നു. 5 mm മരുന്ന് കഴിച്ചാൽ മാറുന്ന കല്ലാണ്. അതിന് നമ്മൾ പ്രൊസീജിയർ ചെയ്യേണ്ടി വന്നു. ഉടനെ ഡയാലിസിസ് ചെയ്ത് സ്റ്റേബിളാക്കി ചെയ്യേണ്ടി വന്നു. സോ നെവർ കമ്പയർ. ആ 10 സെൻറ്റിമീറ്ററുള്ള കല്ലും ഒരു 5 mm കല്ലും നമ്മൾ വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ ചില ആൾക്കാർക്ക് ജന്മന സിംഗിൾ കിഡ്നി ഉണ്ടാവും. സോ യു ഹാവ് ടു അനലൈസ് ദ പേഷ്യൻറ്റ്. ഡോണ്ട് ഗോ ടു ഗൂഗിൾ, ChatGPT and decide. Still there is lot of things ChatGPT and Google will not tell you. അതിലപ്പുറമാണ് ഈ രോഗങ്ങൾ. അത് ക്ലിനിക്കൽ എക്സാമിനേഷൻ മസ്റ്റാണ്. സോ ഒരു കല്ല് രോഗം വെറും ഒരു നിസ്സാരമായി വിടേണ്ട ഒരു കാര്യമല്ല, ഒരു ക്യാൻസർ വരെ എത്താൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ്. സോ ഈ ഇൻസൈറ്റ്ഫുൾ ടോക്കിന് താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്.